ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും വലിയുള്ളിയും മാത്രം മതി, നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് വലിയുള്ളിയും തൊലി കളഞ്ഞ് നന്നായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി 2-3 പ്രാവശ്യം കഴുകണം. അതേപോലെ തന്നെ സവാള വലിയുള്ളി അതും ഞാൻ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും വെല്ലുള്ളിയും മാത്രം മതി, നമുക്ക് ഒരു കിണ്ണം ചോറുണ്ണാം. അപ്പോൾ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് അതിലോട്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വലിയ ഉള്ളിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് വലിയ ഉള്ളിയും ലേശം ഉപ്പും അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഉപ്പിടുന്നത് പറഞ്ഞാൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നന്നായി ഉള്ളി വതങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി വതങ്ങി കിട്ടണവരെ നമ്മൾ ഒന്ന് ഇതാക്കാം. അതിന് ശേഷം വതങ്ങിയ ശേഷം അടുപ്പിലായതുകൊണ്ട് വേഗം ആവുന്നുണ്ട്. അപ്പോൾ വതങ്ങിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇനി അടുത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഒരു സ്പൂണോളം ചെറിയ സ്പൂണിന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി പച്ചച്ചൂര് പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് കഴുകി വെച്ചത് നമുക്ക് വാരിയിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം ഞാൻ കഴുകിയതാണ്. എന്നിട്ട് വാരിയിട്ട് കൊടുക്കാം, മുഴുവനായിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊന്നും ആവശ്യമില്ല. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ കുട്ടികളടക്കം നന്നായി ചോറ് ഭക്ഷണം നന്നായി കഴിക്കും. തേങ്ങൻ്റെ ഒരു ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. പിന്നെ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുന്നു. കുറച്ച് നേരം, എന്താ പറയുക, 2-3 സെക്കൻഡോളം. അപ്പോൾ നന്നായി ഇളക്കി നമുക്ക് കൊടുക്കുക. അതൊന്ന് ഉരുളക്കിഴങ്ങ് ആ മസാലയിലൊന്ന് മുളക് പൊടിയിലും അതേപോലെ ഉപ്പിലൊക്കെ ഒന്ന് പിടിക്കണവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. എനിക്ക് 1.5 ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന എന്താ പറയുക, ഉരുളക്കിഴങ്ങ് എത്ര എടുക്കണം അതിനനുസരിച്ചിട്ടായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതേപോലെ ഓരോ ഉരുളക്കിഴങ്ങ്, ചില കിഴങ്ങുകൾ വേഗം ചിലത് വേഗില്ല. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി അടച്ച് വെക്കാം കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല, നന്നായി തിളയ്ക്കണ്ട. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ലേശം ഇട്ട് കൊടുത്ത് പിന്നെ അതേപോലെ അടച്ച് വെച്ച് പിന്നെ 2-ാം പ്രാവശ്യം തുറന്ന് നോക്കിട്ടോ. അപ്പം എല്ലാ വെള്ളവും വറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, കുറുകിയല്ല, നല്ല വെള്ളമെല്ലാം വറ്റി മസാലയൊക്കെ നന്നായി ഉരുളക്കിഴങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ നല്ല തുറക്കുമ്പോഴേക്കും നല്ല മണം വന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയാണ്. തേങ്ങയിട്ട് കറി വെക്കാൻ നിൽക്കാതെ തേങ്ങ ഇടാതെ എങ്ങനെ കറി വെക്കാം എന്ന് നമുക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയ കറിയാണ്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.